ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്കൊരു നല്ല ദിവസം ഉണ്ടാകട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ ഈശോ കടന്നു വരട്ടെ, സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിബേരിയസ് കടൽപ്പുറത്ത് വെച്ച് ഈശോയുടെ ദർശനം കിട്ടിയ ശിഷ്യന്മാർ അവസാനം ഈശോയെ അവർ തിരിച്ചറിയാണ്. അതിനുശേഷം ഈശോ പത്രോസിനെ അജപാലകനായിട്ട്, നേതാവായിട്ട് ഈശോ ഉയർത്തിയാണ്. ആ ഉയർത്തുന്നതിന് മുമ്പ് ഈശോ പത്രോസിനോട് സംസാരിക്കുന്ന രംഗം, ഈശോയുടെ തുടക്കം ഇങ്ങനെയാണ്. വചനം ഇങ്ങനെ പറയുക, വിശുദ്ധ യോഹന്നാൻ രചിച്ച സുവിശേഷം 21 അധ്യായം 15 തിരുവചനം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് ഈശോ ഒരു ചോദ്യം ചോദിക്കുക. ഉയർപ്പിന് ശേഷം ഒരുപക്ഷെ ചങ്കിൽ തറയ്ക്കുന്ന രീതിയിൽ ആദ്യത്തെ ഒരു ചോദ്യമാണ്. ഈശോയെ തള്ളിപ്പറഞ്ഞവനാ, ഈശോയെ വിട്ടോടിപ്പോയവനാ. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തൽ പത്രോസ് പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ ഒരു കുറ്റപ്പെടുത്തലുമല്ല, ഈശോ സ്നേഹത്തെക്കുറിച്ചാണ് ചോദിക്കുക. നീ ഇവരെക്കാളെല്ലാം അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയ സഹോദര സഹോദരി, ജീവിത ഭാരവുമായിട്ട് നിൽക്കുമ്പോൾ, പാപത്തിൻ്റെ പാണ്ടക്കെട്ടുമായിട്ട് നിൽക്കുമ്പോൾ നീ ചിലപ്പോൾ ചിന്തിക്കും, എൻ്റെ ദൈവം എന്നെ കുറ്റപ്പെടുത്തും, എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കും. പക്ഷെ നിന്നെ ശിക്ഷിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ആയിരിക്കില്ല ദൈവം വരിക. നീ ഇങ്ങനെ ഭാരമേന്തി നിൽക്കുമ്പോൾ ദൈവം നിന്നോട് ചോദിക്കുക, ഭാരത്തിൻ്റെ കണക്കായിരിക്കില്ല, സ്നേഹത്തിൻ്റെ ലെവലായിരിക്കും. ആ ഭാരവും ഭണ്ഡാരമെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവം നിന്നോട് ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹത്തിൻ്റെ കണക്ക് പറയാൻ നിനക്കുണ്ടാകണം. അതിൽ ആനന്ദിക്കുവാനും നിനക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, ആ സ്നേഹത്തിൻ്റെ കണക്ക് സന്തോഷത്തോടു കൂടി നിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, നിന്നിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിനക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ.